സെക്കൻഡ് മോഡ്യൂളിലുള്ള അടുത്ത ടോപ്പിക്കാണ് സ്ട്രിംഗ്, സെറ്റ്, ലിസ്റ്റ്, ഫയൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇക്വാളിറ്റി ടെസ്റ്റിംഗ്. വളരെ സിമ്പിളായ കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈ സ്ട്രിംഗ്. സ്ട്രിംഗ് നമുക്കറിയാം എന്താണ് സ്ട്രിംഗ് എന്നുള്ളത്. അറേ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും സ്ട്രിങ്ങിനെ സ്പെസിഫൈ ചെയ്യുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. ഒന്നുകിൽ അത് എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിനുള്ളിൽ എൻക്ലോസ് ചെയ്തായിരിക്കും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസും ഇൻക്ലൂഡിങ് സിയിലും ഒക്കെ എന്താണ്, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്യാരക്ടർ ആണെങ്കിൽ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ, അത് നമുക്കറിയാം. പക്ഷെ ചില ലാംഗ്വേജസ് ഉണ്ട്, പാസ്കൽ പോലെയുള്ള ലാംഗ്വേജസിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രിങ്ങിനും ക്യാരക്ടേഴ്സിനും തമ്മിൽ വലിയ ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല. എല്ലാം സിംഗിൾ കോഡ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിംഗിൾ കോഡ്സിൽ ഒരു എ ഇടുവാണെങ്കിൽ അത് സിയിൽ ക്യാരക്ടറാണ്. സിംഗിൾ കോഡ്സിൽ ഒരു എ ഇടുകയാണെങ്കിൽ അത് പാസ്കലിൽ ലെങ്ത് 1 ഉള്ള ഒരു സ്ട്രിങ് ആണ് അത്. ഓക്കെ, പാസ്കലിൽ സിംഗിൾ കോഡ്സിൽ എ ഇടുവാണെങ്കിൽ ലെങ്ത് 1 ഉള്ള ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, പാസ്കലിൽ സിംഗിൾ കോഡ്സിലാണ് നമ്മൾ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ക്യാരക്ടറിന് പ്രത്യേകമായിട്ട് റെപ്രസെൻറ്റേഷൻ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ എല്ലാ ലാംഗ്വേജസിലും എസ്കേപ്പ് സീക്വൻസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ എസ്കേപ്പ് സീക്വൻസ്? നോൺ പ്രിന്റിങ് ക്യാരക്ടേഴ്സ് ആണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്ലാഷൻ, ഇതൊക്കെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ കേസിലാണ് വരുന്നത്. ഓക്കെ, അധികവും നമ്മൾ ഇൻസൈഡ് ഓഫ് സ്ട്രിങ് കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ലാഷ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂ ലൈൻ ആണ്. സ്ലാഷ് ടി എന്ന് പറയുന്നത് ടാബ് ആണ്. സ്ലാഷ് ആർ എന്ന് പറഞ്ഞാൽ ക്യാരേജ് റിട്ടേൺ ആണ്. ബാക്ക് സ്ലാഷ് എന്ന് പറയുന്നത് ബാക്ക് സ്ലാഷ് ക്യാരക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ എസ്കേപ്പ് സീക്വൻസ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്, ഇൻസൈഡ് ദ സ്ട്രിങ്ങിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, നോൺ പ്രിന്റിങ് ക്യാരക്ടേഴ്സ് ആണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്ട്രിങ്, ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ഉണ്ട്, വേരിയബിൾ ലെങ്ത് സ്ട്രിങ് ഉണ്ട്. നമുക്കറിയാം സിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയബിൾ ലെങ്ത് സ്ട്രിങ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാർ എസ് ഓഫ് 10 കൊടുക്കുകയാണെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ അറേയുടെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 10 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, പക്ഷെ ഞാനൊരു സൺഡേ എന്നാണ് ഒരു 5 ക്യാരക്ടറുള്ളൊരു സ്ട്രിങ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്താണ്, 5 ആണ്. ഇനിയിപ്പോൾ ഞാനൊരു 3 ക്യാരക്ടേഴ്സ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് 3 ആണ്. അതായത് കമ്പൈലർ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അതിനനുസരിച്ച് കുറയും. നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ച് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കുറയും. മാക്സിമം നമ്മൾ 10 ആണ് കൊടുത്തതെങ്കിലും അതിന് 10ൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ 5 ആയിരിക്കും നമ്മൾ കൊടുക്കുക, ചിലപ്പോൾ 6 ആയിരിക്കും കൊടുക്കുക, ചിലപ്പോൾ 7 ആയിരിക്കും കൊടുക്കുക. അത് ഡിപ്പെൻഡ്സ് ഓൺ എക്സിക്യൂഷൻ. ഓക്കെ, അത് വേരിയബിളായി മാറാം. മാക്സിമം സ്ട്രെങ്ത് 10 ആണ്. എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം, 10 തന്നെ ആയിരിക്കണം റിട്ടേൺ ചെയ്യണം നിർബന്ധമില്ല. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എപ്പോഴും 10 ആയിരിക്കില്ല. നമ്മൾ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, എന്തോ ആവാം. ഇനി ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ക്യാർ എസ് ഓഫ് 10 എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, 10 തന്നെയായിരിക്കും. ഓക്കെ, ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് പാസ്കൽ, അഡ, ഫോൾട്രാൻ. വേരിയബിൾ ലെങ്ത് സ്ട്രിങ് യൂസ് ചെയ്യുന്നതാണ് സി, ജാവ, പേൾ എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ്. ഇനി നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ച ഓപ്പറേഷൻസ് ഒക്കെയാണ് കൺകാറ്റിനേഷൻ, സബ് സ്ട്രിങ്, ലെങ്ത്. ചില ഇതിൽ സ്ട്രിങ്ങിനെ നമ്മൾ ക്യാരക്ടേഴ്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന ഓപ്പറേഷൻസും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നേരെ ഓപ്പോസിറ്റും പെർഫോം ചെയ്യാം. കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈക്വാളിറ്റി ടെസ്റ്റിംഗ്, ഇതൊക്കെ എന്താണ്, സ്ട്രിങ്ങിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഇനി അടുത്തത് ക്യാർ സ്റ്റാർ എസ്, നമ്മളൊരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. ഇനി എസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ വരുമോ? അതുപോലെ ഇതേ സാധനം ഞാൻ ക്യാർ എസ് ഓഫ് 10 കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിനുള്ളിൽ ABC കൊടുത്തു. ഇതിൽ ഏത് ടൈപ്പിലാണ് എറർ വരാൻ ചാൻസ് ഉള്ളത്? ഒബ്വിയസ്ലി ഈ കേസിൽ എറർ വരും. കാരണം എന്താണ്, ക്യാർ എസ് ഓഫ് 4 എന്ന് പറയുമ്പോൾ എസ് ഒരു ക്യാരക്ടർ അറിയാണ്, മാക്സിമം 4 ക്യാരക്ടർ വരെ അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, എസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ABC എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ക്യാരക്ടർ അറേയിൽ എങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റും, ക്യാരക്ടർ അറേയിൽ
SO1, SO2, SO3 അങ്ങനെ മാത്രമേ നമുക്ക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് S=ABC എന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിവിടെ എറർ കാണിക്കും. നേരെ മറിച്ച് ഇവിടെ നമുക്ക് എറർ കാണിക്കില്ല. കാരണം ഇവിടെ എന്താണ് S=ABC എന്ന് പറയുന്നത് എന്താണ് ചെയ്തത്? S=ABC എന്ന് പറയുമ്പോൾ ഇതൊരു പോയിന്ററാണ്. ഇത് ABCനെ പോയിന്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. S=ABC ഇവിടെ ഒരു പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ABCനെ പോയിന്റ് ഒരു മെമ്മറി ലൊക്കേഷനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് S യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് എന്താണ് ആ മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് S=ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എറർ വരില്ല. ഓക്കെ, ഇതൊരു പോയിന്ററാണ്. മെമ്മറിനെ പോയിന്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാരക്ടർ പോയിന്റർ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ഇതൊരു ക്യാരക്ടർ അറയാണ്. അറയിൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല, എറർ വരില്ല. അതൊരു സ്റ്റോറേജ് സ്പേസിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെറ്റ്. സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ആർബിട്രറി നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ഓഫ് എ കോമൺ ടൈപ്പ്. സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് കളക്ഷൻ ആണ്, എലമെന്റ്സിന്റെ അൺഓർഡേർഡ് കളക്ഷൻ ആണ്. പിന്നെ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഒരേപോലത്തുള്ള രണ്ട് വാല്യൂസ് സെറ്റിനകത്ത് വരില്ല. പിന്നെ കോമൺ ടൈപ്പ് ആയിരിക്കും. സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, അങ്ങനെ കോമൺ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പാസ്കൽ എന്ന് പറയുന്ന ലാംഗ്വേജസിലാണ്. പക്ഷെ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ ലാംഗ്വേജസിലും അത് കാണുന്നുണ്ട്. പൈത്തണിലെ സെറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു പൈത്തണിൽ സെറ്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് സെറ്റ് ഈസ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, ചെറി. ഇതിൽ ആപ്പിൾ, ബനാന, ചെറി എന്നുള്ള ഓർഡർ അൺഓർഡേർഡ് ആണ്. അതായത് ഓർഡറിങ്ങിൽ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഏതൊരു ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ സെറ്റിൽ നമുക്ക് ഒരിക്കലും ഇൻഡെക്സിങ് വെച്ചിട്ട് നമുക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഈ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ എപ്പോഴും ആപ്പിൾ ആവണം നിർബന്ധമില്ല. സെക്കൻഡ് ഇൻഡെക്സിലുള്ള ബനാന ആവണം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് സെറ്റിൽ നമുക്ക് വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അറയൊക്കെ ചെയ്യുന്നത് പോലെ. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ ഏത് ഓർഡറിലാണ് നമുക്ക് എന്താണ് ഐറ്റംസ് എപ്പിയർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. സെറ്റിൽ അൺഓർഡേർഡ് ആണ്. നമ്മൾ കൊടുത്തത് ഇതാണെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ ഓർഡറിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അൺഓർഡേർഡ് കളക്ഷൻ ആണ് സെറ്റ്. ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ് ഉണ്ടാവുക. കോമൺ ടൈപ്പ് ആണ്. ഓക്കെ, പിന്നെ ഇൻഡെക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാസ്കലിലാണ്. ഇത് പൈത്തണിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സെറ്റ് ഓഫ്. ഇനി ഏതെങ്കിലും ഐറ്റം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിമൂവ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ സെറ്റിലേക്ക് രണ്ട് സെറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ്, സെറ്റിന്റെ ഓപ്പറേഷൻസ്. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എന്താണ് യൂണിയൻ? ഇവിടെ 3 സെറ്റ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ABC എന്ന് പറയുന്ന 3 സെറ്റ്. അതിൽ B+C എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിയൻ ആണ്. ബിയിലുള്ളതും സിയിലുള്ളത് വാല്യൂം കൂടെ എയിലേക്ക് വരും. ബി യൂണിയൻ സി, ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എയിൽ വരിക. B-C എന്ന് പറയുമ്പോൾ ബിയിലുള്ളതും സിയിലില്ലാത്തതുമാണ് എയിലേക്ക് വരിക. ഓൾറെഡി നമുക്കറിയാം. അതുപോലെ തന്നെ സെറ്റ് എല്ലാ ലാംഗ്വേജസിലും എന്താണ്, സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ഉണ്ടാക്കണമെങ്കിൽ പല വേസിലും നമുക്ക് സെറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇൻക്ലൂഡിങ് അറേസ്, ഹാഷ് ടേബിൾ ആൻഡ് വേരിയസ് ഫോംസ് ഓഫ് ട്രീസ്. അതായത് അറേസും ഹാഷ് ടേബിളും ട്രീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് സെറ്റിനൊരു എക്സാമ്പിൾ ആണ്. 2 സെറ്റ് ഉണ്ട്, സെറ്റ് 1ഉം സെറ്റ് 2ഉം. ഇതിൽ സെറ്റ് 1 ഡോട്ട് ഡിഫറൻസ് സെറ്റ് 2 എന്ന് പറയുമ്പോൾ ഇതിലുള്ളതും ഇതിലില്ലാത്തതും, ദാറ്റ് മീൻസ് 7. നെക്സ്റ്റ് സെറ്റ് 2 ഡിഫറൻസ് സെറ്റ് 1, ഇതിലില്ലാത്തതും ഇതിലുള്ളതും, ദാറ്റ് മീൻസ് 6, 8 ആൻഡ് 10. ഇനി സെറ്റ് 1 ഡോട്ട് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 6, 1ഉം 3ഉം 6ഉം ഉണ്ട്. സെറ്റ് ഡോട്ട് 1 ഡോട്ട് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ടിലുള്ള എലമെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 3ഉം 6ഉം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, കാരണം ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് മാത്രമേ സെറ്റിൽ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് സെറ്റിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാനുള്ളത് ലിസ്റ്റ് ആണ്. ലിസ്റ്റ് ഈസ് എ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എൻ അൺഓർഡേർഡ് ഓർ എൻ ഓർഡേർഡ് സ്ട്രക്ചർ. നമ്മൾ സെറ്റ് ഒരു അൺഓർഡേർഡ് കളക്ഷൻ ആണെങ്കിൽ ലിസ്റ്റ് ഒരു ഓർഡേർഡ് കളക്ഷൻ ആണ്. ലിസ്റ്റിൽ എന്തൊക്കെ വാല്യൂസ് വരാം എന്നുള്ളത്, ലിസ്റ്റിൽ നമുക്ക്
ആറ്റം ഉണ്ടാവാം, എം ടി ലിസ്റ്റ് ആവാം. നമ്മൾ സെറ്റിന്റെ കേസ് പറഞ്ഞാൽ സെറ്റ് എം ടി സെറ്റ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ലിസ്റ്റ് എം ടി ആവാം. ആറ്റംസ് വരാം, എലമെന്റ്സ് വരാം, അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് വരാം. ലിസ്റ്റിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് വരുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്, റിക്കേഴ്സീവ്ലി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിസ്റ്റ് ആവാം, ലിസ്റ്റിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് വരാം, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് ഒരു എം ടി ലിസ്റ്റ് ആവാം. ഓക്കെ, ഇതൊക്കെയാണ് ലിസ്റ്റിൽ വരുന്ന എലമെന്റ്സ്. ലിസ്റ്റ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ ലാംഗ്വേജസിലും ലോജിക്കൽ ലാംഗ്വേജസിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫങ്ഷണൽ ലാംഗ്വേജും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിലും ലോജിക് പ്രോഗ്രാമിങ്ങിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ലിസ്പ്, എം എൽ എന്നൊക്കെ പറയുന്നത് ലോജിക് പ്രോഗ്രാമിംഗ്, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അതിലൊക്കെ നമ്മൾ ലിസ്റ്റ് വെച്ചിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് 4th മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ലിസ്റ്റ് ഇമ്പറേറ്റീവ് ലാംഗ്വേജസിലും യൂസ് ചെയ്യാം, പക്ഷെ നമ്മളങ്ങനെ കോമൺ ആയിട്ട് സിയിലൊന്നും ലിസ്റ്റ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, പിന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ ലിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എം എല്ലും ലിസ്പ് എന്ന് പറയുന്ന ലാംഗ്വേജസിൽ ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എം എല്ലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ് എം എല്ലിന് ഉണ്ടാവുക. ഓക്കെ, എം എല്ലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഡാറ്റേഴ്സ് ആയിരിക്കും. അതായത് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ മാത്രം ഉണ്ടാവും, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താണ് സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഏതിലുണ്ടാവുക, ലിസ്റ്റിലുണ്ടാവുക. സോറി, എം എല്ലിന്റെ ലിസ്റ്റിലുണ്ടാവുക. ഓക്കെ, ഇതില് എം എൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു നമ്മളെ ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ തന്നെയാണ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, എം എൽ ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എം എല്ലിൽ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് കൊമ ഉണ്ടാവും. എ കൊമ ബി കൊമ സി കൊമ ഡി. ഇത് എ ബി സി എന്ന് പറയുന്നത്, സി ഡി എന്ന് പറയുന്നത് 4 ലിസ്റ്റ് എലമെന്റ്സ് ആണ്. ഓക്കെ, ലിസ്റ്റ് എൻക്ലോസ്ഡ് ഇൻ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. പക്ഷെ ലിസ്റ്റിലെ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ഇൻ പാരാന്തസിസിലാണ്. പാരാന്തസിസിലായിരിക്കും സെപ്പറേറ്റ് ചെയ്യുക, കോമ ഉണ്ടാവില്ല, വൈറ്റ് സ്പേസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ലിസ്റ്റ് ഇത് രണ്ടും എന്താണ് പ്രോപ്പർ ലിസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി എം എല്ലിൽ നമുക്ക് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ ലിസ്റ്റിൽ നമ്മൾ ഹെട്രോജീനിയസ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ലിസ്റ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് സിമിലർ ടു ലിങ്ക്ഡ് ലിസ്റ്റ് പോലെയാണ്. അതായത് സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് പോലെയാണ് വരുന്നത്. അതായത് നേരത്തെ ഈ ഒരു എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിലുള്ള ലിസ്റ്റിൽ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് എലമെന്റ്സും വരും, തൊട്ടടുത്ത എലമെന്റിനെ പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ലിങ്കും വരും. നമ്മൾ ലിങ്ക് ലിസ്റ്റ് അങ്ങനെയല്ലേ. അതുപോലെ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ഉണ്ടാവും, അടുത്ത ബിനെ പോയിന്റ് ചെയ്തിരിക്കുന്ന പോയിന്റർ ഉണ്ടാവും. അത് കഴിഞ്ഞ് ബിയിൽ എന്താ വരിക, ബിയിൽ എലമെന്റ് ഉണ്ടാവും, മറ്റേതിനെ പോയിന്റ് ചെയ്തിരിക്കുന്ന പോയിന്റർ ഉണ്ടാവും. ലിങ്ക് ലിസ്റ്റ് പോലെയാണ് അതിന്റെ എന്താണ് ബ്ലോക്ക് ചെയിനോ ബ്ലോക്സ് ആയിട്ടാണ് ലിസ്റ്റിന്റെ യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എലമെന്റ്സ് ഓരോ പോയിന്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ജസ്റ്റ് ഒരു ലിങ്ക് ലിസ്റ്റിന്റെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പ്രോപ്പർ ലിസ്റ്റ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന രണ്ടും. അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പർ ലിസ്റ്റ്, ഇങ്ങനെ റെപ്രസെന്റേഷൻ പ്രോപ്പർ ലിസ്റ്റ് ആണ്. ഇനി ഇംപ്രോപ്പർ ലിസ്റ്റ് ഉണ്ട്. ഇംപ്രോപ്പർ ലിസ്റ്റ് എന്ന് ഡോട്ടഡ് റെപ്രസെന്റേഷൻ ആയിട്ട് വരും. ഡോട്ടഡ് റെപ്രസെന്റേഷൻ ഇത് ഈ ലിസ്റ്റിലെ ലിസ്റ്റിനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ലിസ്റ്റിനെ നമുക്ക് ഈ രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് സെയിം ആസ് എ ബി സി ഡി ആണ്. നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്ത ആ ലിസ്റ്റിന് സെയിം ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ ഡോട്ടഡ് റെപ്രസെന്റേഷൻ എന്നാണ് ഇതിന് പറയാം. ദാറ്റ് മീൻസ് നമ്മുടെ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത എലമെന്റ് വരുന്ന മുന്നേ ഒരു ഡോട്ട് ഉണ്ടാവും. അതിനുശേഷം തൊട്ടടുത്ത എലമെന്റ് ഒരു ലിസ്റ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും എന്താണ്, ഇതൊരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. സോ ഇത് എന്താണ്, ഇതൊരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിലെ എലമെന്റ്സ് ആണ് ബി, ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എലമെന്റ് വരുമ്പോൾ ഡോട്ട് വെച്ചിട്ട് വേറൊരു ലിസ്റ്റ് ആയിട്ടാണ് പിന്നെയും വരുന്നത്. ഇങ്ങനെ ലിസ്റ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡി ഡോട്ട് നൾ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഡി വേറെ ഒന്നിനെയും പോയിന്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡി ഇവിടെ വേറെ ഒന്നിനെയും ഇനി പോയിന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഡി ഡോട്ട് നൾ എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ എ ഉണ്ട്, ബിനെ പോയിന്റ് ചെയ്യും, ബി സിനെ പോയിന്റ് ചെയ്യും, സി ഡിനെ പോയിന്റ് ചെയ്യും, ഡി നള്ളാണ് വേറെ ഒന്നിനെയും പോയിന്റ് ചെയ്യുന്നത്. ഇതോടുകൂടെ നമ്മുടെ ലിസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇതാണ് ഡോട്ടഡ് റെപ്രസെന്റേഷൻ.
ഇത് സെയിം ആസ് എ ബി സി ഡിക്ക് സെയിം ആണ്. ഇനി നമ്മൾ ബേസിക് ലിസ്റ്റ് ഓപ്പറേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബേസിക് ആയിട്ട് ലിസ്റ്റ് ഓപ്പറേഷൻ ഇൻ ലിസ്റ്റിലുള്ള ബേസിക് ആയിട്ട് ലിസ്റ്റ് ഓപ്പറേഷൻ. അതിൽ ഒന്നാമത്തതാണ് CONS ABCD. ഇതാണ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകാൻ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് ക്രിയേഷൻ കോൺസ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺസ് AB. ഇവിടെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ, ഈ ഒരു സൈൻ കണ്ടു, ഇത് എപ്പോഴും ലിസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും. എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സൈൻ നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ സിമ്പിൾ. കോൺസ് A പിന്നെ B, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് ഇക്വലന്റ് ടു AB, ഒരു ലിസ്റ്റ് ക്രിയേഷൻ ആണ്. ഓക്കെ, ഇനി ABC എന്ന് പറയുമ്പോൾ എന്താണ്? ABC എന്ന് പറയുന്ന പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. കോൺസ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി CAR ഓഫ് AB, ദാറ്റ് മീൻസ് CAR എന്ന ഫംഗ്ഷൻ യൂസ്, ഇതൊരു ലിസ്റ്റാണ്. AB എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. CAR AB എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റിലുള്ള ഹെഡ് എലമെന്റ്സ് ആണ് നമുക്ക്, അതായത് ഏറ്റവും ആദ്യത്തെ എലമെന്റ് റിട്ടേൺ ചെയ്ത് വരും. ഓക്കെ, CAR ഓഫ് AB എന്ന് പറയുമ്പോൾ A റിട്ടേൺ ചെയ്ത് വരും. ഇനി അടുത്തത് CDR ഓഫ് ABC. CDR ഓഫ് ABC ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് എലമെന്റ് ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ദ ലിസ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരും. ദാറ്റ് മീൻസ് ബിയും സിയും നമുക്ക് റിട്ടേൺ ചെയ്ത് വരും. CDR ഓഫ് ABC എന്ന് പറയുമ്പോൾ ബിയും സിയും നമുക്ക് റിട്ടേൺ ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്തത് CDR ഓഫ് A. CDR ഓഫ് A എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ സിംഗിൾ ലിസ്റ്റ് മാത്രമാണ്, സിംഗിൾ എലമെന്റ്സ് മാത്രമാണ് ലിസ്റ്റിലുള്ളത്. സോ റെസ്റ്റ് ഓഫ് ദ ഹെഡ് മാത്രമേ ഉള്ളൂ, ടെയിലൊന്നും ഇല്ല. ദാറ്റ് മീൻസ് എന്താണ്? നില്ലാണ് റിട്ടേൺ ചെയ്ത് വരിക. ഇനി അടുത്തത് നെക്സ്റ്റ് അപ്പൻഡ്. രണ്ട് ലിസ്റ്റ് നമുക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ അപ്പൻഡ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക. ഇതിൽ എന്താ ചെയ്യുന്നത്? എയും ബിയും, AB എന്ന് പറയുന്ന ഈ ലിസ്റ്റും CD എന്ന് പറയുന്ന ലിസ്റ്റും തമ്മിൽ അപ്പൻഡ് ചെയ്തിട്ട് ABCD എന്ന് പറയുന്ന ഒരു ലിസ്റ്റായി മാറി. ഓക്കെ, ഇതിൽ വേറെ രണ്ട് കേസ് ഉണ്ട്. CAR ഓഫ് നില്ലും CDR ഓഫ് നില്ലും. ഇതൊന്നും നമുക്ക് റിട്ടേൺ ചെയ്ത് വരില്ല, കാരണം ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് വരിക. കാരണം നിൽ എന്ന് പറയുന്നത് ലിസ്റ്റ് അല്ല, ജസ്റ്റ് ഒരു നിൽ. അതിലെന്താണ്? എന്ത് എലമെന്റ് ഇല്ല, ഹെഡ് എലമെന്റ്സ് ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്ത് വരാനില്ല. അതുപോലെ ഇവിടെ എന്താണ്? CDR ഓഫ് നിൽ. ഇവിടെയും നമുക്കൊരു ഹെഡ് എലമെന്റ്സ് ഒന്നും റിട്ടേൺ ചെയ്ത് വരാനില്ല. സോ എന്താണ്? ഇത് ഒന്നും റിട്ടേൺ ചെയ്ത് വരില്ല. ഇതാണ് ലിസ്റ്റിന്റെ ബേസിക് ഓപ്പറേഷൻ ലിസ്റ്റിലുള്ളത്. ഇതേ സെയിം ഓപ്പറേഷൻ ML എങ്ങനെയാണെന്നുള്ള റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് AB, അതായത് AB എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായി. ഇനി നമുക്ക് അവിടെ CARന് ഇക്വലന്റ് ആണ് HD എന്ന് പറയുന്നത്. HD ഓഫ് AB എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിലെ ഹെഡ് എലമെന്റ്സ്, ദാറ്റ് മീൻസ് A റിട്ടേൺ ചെയ്ത് വരും. ഇനി എന്താണ്? TL എന്ന് പറയുന്നത് TL ഓഫ് A, B, C. ഇത് ഇക്വലന്റ് ടു എന്താണ്? CDRന് ഇക്വലന്റ് ആണ്. എന്താ റിട്ടേൺ ചെയ്ത് വരിക? ബിയും സിയും റിട്ടേൺ ചെയ്ത് വരും. ഹെഡ് എലമെന്റ് ഒഴികെയുള്ള ബാക്കി ടെയിൽ എലമെന്റ് റിട്ടേൺ ചെയ്ത് വരും. ഈ ടെയിൽ ഓഫ് A എന്ന് പറയുമ്പോൾ എന്താണ്? ഒബിയസ്ലി ഇതിന്റെ പിറകെ വേറൊന്നും ഇല്ല, ഈ ലിസ്റ്റിൽ ഒരു ഹെഡ് എലമെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? നില്ലായിരിക്കും റിട്ടേൺ ചെയ്ത് വരും. ഇനി ഇതിൽ ലിസ്റ്റിനെ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈൻ ആണ് യൂസ് ചെയ്യുന്നത്, ABCD. അപ്പോൾ ABCD എന്ന് പറയുന്ന ലിസ്റ്റ് അപ്പൻഡ് ചെയ്ത് വരും. ഓക്കെ, എയും ബിയും സിയും ഡിയും AB എന്ന് പറയുന്ന ലിസ്റ്റിനോടുകൂടെ CD എന്ന് പറയുന്ന ലിസ്റ്റ് അപ്പൻഡ് ചെയ്ത് വരും. ഇനി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ HD ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും, ഒരു നള്ളാണ് കൊടുത്തിരിക്കുന്നത്, നില്ലാണ് കൊടുത്തിരിക്കുന്നത്, ഒരു എംപ്റ്റി ലിസ്റ്റാണ്, ഇതിലൊന്നുമില്ല. അപ്പോൾ എന്താണ്? റൺ ടൈം എക്സെപ്ഷൻ വരും. ഇവിടെ ടെയിൽ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയും റൺ ടൈം എക്സെപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ഫയൽസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഫയൽസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ് അലൗ എ പ്രോഗ്രാം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. അതായത് പ്രോഗ്രാമിന് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റിയാണെന്ത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ്. പ്രിന്റ്എഫ്, സ്കാൻഎഫ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ, ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഔട്ട്സൈഡ് വേൾഡുമായിട്ട്, പ്രോഗ്രാമിന് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ഹ്യൂമൻ ബീയിങ്ങിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹ്യൂമൻ ബീയിങ് എന്ത് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാമുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫയൽസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫയൽസ് എന്താണ്? ഒരു ഓഫ്ലൈൻ സ്റ്റോറേജ് മീഡിയമാണ്. ഫയൽസ് എന്ന് പറയുന്നത് ഈ കേസിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലത്തെ കേസിൽ പറയുകയാണെങ്കിൽ
ഫയൽസ് ഒബ്വിയസ്ലി അറിയാം സ്റ്റോറേജ് ആണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റോറേജ് മീഡിയം ആണ്. ഓഫ്ലൈൻ സ്റ്റോറേജ് മീഡിയം ഇംപ്ലിമെന്റഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെ സിസ്റ്റത്തിന്റെ കേസ് പറയുമ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്റ്റോറേജ് മീഡിയമായിട്ട് നമ്മൾ ഫയൽസിനെ പറയാം. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ടെമ്പ് ഫയൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്. ഇതൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓഫ്ലൈൻ സ്റ്റോറേജ് മീഡിയം ആണ് ഫയൽ. സാധാരണ ഫയൽ എന്ത് തന്നെ സ്റ്റോറേജ് മീഡിയം, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി ഫയലിൽ അതിന് മുന്നേ നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആസ്പെക്ട്സ് ഓഫ് എ ലാംഗ്വേജ് ഡിസൈൻ. അതായത് നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഡിസൈൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കാരണം നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാമിന് ഒരു ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. നമ്മളിപ്പോൾ സിയും CPPയും ജാവയൊക്കെ പഠിച്ചു. സി ഇന്നും സി ഔട്ടും സ്കാൻഎഫും പ്രിന്റ്എഫും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മീഡിയംസ് ആണ്. ഓക്കെ, ഈ മീഡിയം എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് ഔട്ട്സൈഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു പ്രോഗ്രാമിൽ, അത് ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ് അതെപ്പോഴും എവിടെ തന്നെയാണ് ഉണ്ടാവുക, നമ്മൾ കൂടുതലും നമ്മൾ ബിൽറ്റ് ഇൻ ഫയൽ തന്നെയാണ്. ഓക്കെ, കാരണം എന്താണ് ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.hന്റെ ഉള്ളിലാണ് പ്രിന്റ്എഫിനെ പറ്റിയിട്ടും സ്കാൻഎഫിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ എന്താണ് ഹാഷ് ഇൻക്ലൂഡ് iostream.hന്റെ ഉള്ളിലാണ് സി ഇന്നും സി ഔട്ടിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇമ്പോർട്ട് java.io.ലാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, ഇതൊക്കെ എന്താണ് ബിൽറ്റ് ഇൻ കൺസ്ട്രക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതുകൂടാതെ ഫയൽ എന്ന് പറയുന്നത് സ്റ്റോറേജ് മീഡിയം ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന് രണ്ട് തരത്തിലുണ്ട്, ടെമ്പററിയും പെർസിസ്റ്റന്റും. ടെമ്പററിയും പെർമനന്റും. ഇത്ര ഉദ്ദേശിച്ചു. ടെമ്പററി ഫയൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില റിസൾട്ടുകൾ നമുക്ക് ജസ്റ്റ് ആ റൺ ചെയ്യുന്ന പ്രോഗ്രാമിൽ മാത്രം മതിയായിരിക്കും. അതായത് ആ പ്രോഗ്രാമിൽ ചിലപ്പം ടെമ്പററി ആയിട്ട് ചില റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്പേസ് നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം നമ്മളെ മെമ്മറി എന്താണ് അത്രത്തോളം എന്താണ് ടു ലാർജ് ടു ഫിറ്റ് ഇൻ ദ മെമ്മറി അവൈലബിൾ ടു ദ പ്രോഗ്രാം. അതായത് ചില സമയത്ത് നമ്മളെ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് ഇമാതിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഓൾറെഡി ഉള്ള മെമ്മറിയുടെ സൈസ് ഇങ്ങനെ കുറയുമല്ലോ, ഓബ്വിയസ്ലി അതിങ്ങനെ കുറയും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നമ്മൾ CPU എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില റിസൾട്ടുകൾ ടെമ്പററി റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫയൽസ് യൂസ് ചെയ്യും. ഓക്കെ, ഫയൽസ് സ്റ്റോറേജ് മീഡിയമായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ ഫയൽസിലുള്ള കണ്ടന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ എന്താണ് ക്ലിയർ ചെയ്ത് കളയും. ഓക്കെ, ആ ടെമ്പ് ഫയലൊക്കെ ക്ലിയർ ചെയ്ത് കളയും. നിങ്ങൾ സിസ്റ്റത്തിൽ ടെമ്പ് ഫയലൊക്കെ കാണാൻ പറ്റും. ആ ടെമ്പ് ഫയലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റോറേജ് മീഡിയ ഫയൽസ് ആണ് ടെമ്പററി ഫയൽസ്. ഒരു പെർട്ടിക്കുലർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് മാത്രം, ഒരു സിംഗിൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ട പർപ്പസിന് വേണ്ടി മാത്രം. ഓക്കെ, പെർസിസ്റ്റന്റ് ഫയൽ പെർസിസ്റ്റന്റ് സ്റ്റോറേജ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു പ്രോഗ്രാം റൺ ചെയ്ത്, അതായത് ആ ഒരു പെർട്ടിക്കുലർ എന്താണ് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി മാത്രമല്ല, അത് ഒരു എന്താണ് പെർമനന്റ് ടൈം വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെർസിസ്റ്റന്റ് സ്റ്റോറേജ് ഫയൽസ് യൂസ് ചെയ്യും. പെർസിസ്റ്റന്റ് ഫയൽ allow a programmer to read data that exists before the program began running and to write data that will continue to exist after the program has ended. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടി ഒരു ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജ് മീഡിയ ആയിട്ടല്ല, വേണമെങ്കിൽ അത് നമുക്ക് പ്രോഗ്രാം എന്താണ് എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഫയലിലുള്ള കാര്യങ്ങൾ പിന്നെയും നമുക്ക് യൂസ് ചെയ്യേണ്ട കേസസ് ഒക്കെ വരും. അപ്പോൾ അത് നമുക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്റ്റോറേജ് മീഡിയ യൂസ് ചെയ്യും, പെർസിസ്റ്റന്റ് ഫയൽ സ്റ്റോറേജ് ആയിട്ട് അതിനെ കീപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ടെമ്പററിയും പെർസിസ്റ്റന്റും. ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നതിന് ടെമ്പററി ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് നമുക്ക് അതിനെ ക്ലിയർ ചെയ്തെങ്കിൽ കളയാം, നമുക്ക് അത് മതി. ആ ഒരു ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് മീഡിയം.
പെർസിസ്റ്റന്റ് ആണെങ്കിൽ കുറച്ച് ലൈഫ് ലോങ് കുറച്ചും കൂടെ എന്താണ് നമുക്ക് വേണമെങ്കിൽ അതിനെ കീപ്പ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതാണ് ഇക്വാളിറ്റി ടെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ്. ഇക്വാളിറ്റി ടെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വാളിറ്റി ടെസ്റ്റിംഗ്? ഇക്വാളിറ്റി ടെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് നമ്മൾ എ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ അത് അസൈൻമെന്റ് ആണ്. അതുപോലെ എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ അതൊരു ഇക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. രണ്ടും ഈക്വൽ ആണോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. സാധാരണ ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ ഈ ഇക്വാളിറ്റി ടെസ്റ്റിങ്ങും അസൈൻമെന്റും ഒക്കെ എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ഓപ്പറേഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഇൻറ്റിജറിൽ നിങ്ങൾക്ക് ഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. എയും ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസുള്ള വാല്യൂ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റും. ഓക്കെ, ഒരു രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ഈക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അസൈൻമെന്റ് പോസിബിൾ ആണ്. എ ഈക്വൽ ടു 5 ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാനും വളരെ സിമ്പിൾ ആയിട്ട് വരും. അതേ കാര്യം തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ കേസിൽ നമുക്ക് നടത്താം. ക്യാരക്ടേഴ്സിന്റെ കേസിലും നമുക്ക് ഇക്വാളിറ്റി ടെസ്റ്റിങ്ങും അസൈൻമെന്റും ഒക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഓപ്പറേഷൻസ് ആയിട്ട് നടത്താൻ പറ്റും. അവിടെ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. പക്ഷേ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സിന്റെ കോമ്പോസിറ്റ് ഡാറ്റ ടൈപ്സിന്റെ കേസിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അറേസ്, സെറ്റ്, ലിസ്റ്റ് ഇവ തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള അസൈൻമെന്റ് ഒക്കെ പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം പറയുവാണെങ്കിൽ ഇവിടെ ഒരു ക്യാരക്ടർ അറേ ആണ് എസും ടിയും. ഓക്കെ, എസും ടിയും എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേ. ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഈക്വലായാൽ മാത്രമേ എസും ടിയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, രണ്ട് ക്യാരക്ടർ അറേസ് എസ് എന്ന് പറയുന്ന ക്യാരക്ടർ അറേയും ടി എന്ന് പറയുന്ന ക്യാരക്ടർ അറേയും ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ കുറേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഒരു രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ഈക്വൽ ആണോ എന്ന് പറയാൻ വലിയ കണ്ടീഷൻ നോക്കുകയൊന്നും വേണ്ട. എയിലുള്ള വാല്യൂ ബിയിലുള്ള വാല്യൂ ഈക്വൽ ആണോ എന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അതുപോലെ തന്നെയാണ്. രണ്ട് ക്യാരക്ടർ ഈക്വൽ ആണോ നോക്കാനും ഒരുപാട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ സെറ്റ്, ലിസ്റ്റ്, അറേസ് ഇങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ കുറേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് രണ്ടും ആർ ഏലിയാസസ് ഫോർ വൺ അനദർ. ഏലിയാസസ് ഫോർ വൺ അനദർ എന്ന് പറയുന്നത് എസും ടിയും എസ് ഈക്വൽ ടു ടി എന്നാണ്, എസ് ഈക്വൽ ടു ടി ആണെങ്കിൽ ഇത് രണ്ടും, അതായത് ടി എസും ഇങ്ങനെ നമുക്ക് അസൈൻമെന്റ് പോസിബിൾ ആക്കണമെങ്കിൽ ഇത് രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്നു. ഈ എസ് എന്ന് പറയുന്ന അറയും ടി എന്ന് പറയുന്ന അറയും പോയിന്റ് ചെയ്തിരിക്കുന്നത് സെയിം സംഭവത്തിനെയാണോ എന്ന് നോക്കണം. ഓക്കെ, അതായത് സെയിം പോയിന്റിനെയാണ്, സെയിം കാര്യത്തിനെയാണോ ഇത് രണ്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത്, എസ് എന്ന് പറയുന്ന അറയും ടി എന്ന് പറയുന്ന അറയും. അതാണ് ഏലിയാസസ് ഫോർ വൺ അനദർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ഈക്വൽ ആണോ എന്ന് അറിയണം. കാരണം എസ് എന്ന് പറയുന്ന അറയുടെ ലെങ്ത്തും ടി എന്ന് പറയുന്ന അറയുടെ ലെങ്ത്തും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒന്ന് ആറ് ക്യാരക്ടർ ഉണ്ട്, ഒന്നിൽ 7 ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. പിന്നെ ഇത് രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്ന സെയിം സംഭവത്തിനെ തന്നെയാണോ എന്ന് നോക്കണം. നെക്സ്റ്റ് എന്താണ്, ഇതിൽ ഉള്ള സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് സെയിം സീക്വൻസിലാണോ വന്നത് നോക്കണം. ഓക്കെ, ഒരു അറയിൽ ഇപ്പോൾ സൺഡേ എന്നുള്ളൊരു ഹലോ എന്ന് പറയുന്നൊരു സ്ട്രിങ് ആണ് എസ് എന്ന് പറയുന്ന അറയിലുള്ളത്. ഇതേ ഹലോ തന്നെ നേരെ തിരിച്ചിട്ട് OLLEH എന്നാണ് കൊടുത്തതെന്ന് വെച്ചോ മറ്റൊരു അറയിൽ, ടി എന്ന് പറയുന്ന അറയിൽ. ഇത് രണ്ടും ക്യാരക്ടേഴ്സ് ഒക്കെ സെയിം ആണ്, പക്ഷേ ഒരു സീക്വൻസ് സെയിം ആണോ? അല്ല. ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ സെയിം ആണ്, എല്ലാം സെയിം. ഹലോ എന്ന് പറയുന്ന എച്ചും ഇയും എല്ലും ഉണ്ട്, മറ്റതിലും ഇയും എച്ചും എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്, രണ്ടും സീക്വൻസ് ഡിഫറെൻ്റ് ആണ്, അതും ചെക്ക് ചെയ്യാം. ഇനി അത് മാത്രമല്ല, ഇത് പ്രിന്റ് ചെയ്യുന്നത് സെയിം പോലെയാണോ? ഹലോ എന്ന് അതായത് എസിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യുന്നതും ടിയിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരേപോലെയാണോ നോക്കണം. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എസും ടിയും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ ഒരു ഇൻറ്റിജർ ആണോ അല്ലെങ്കിൽ ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണോ എന്നുള്ള കേസിൽ ഇത്രയും ടെസ്റ്റിങ്ങിന്റെ കാര്യം വരുന്നില്ലായിരുന്നു. ഓക്കെ, അതാണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇനി രണ്ട്
തരത്തിലുള്ള കമ്പാരിസൺ വരും. ഷാലോ കമ്പാരിസണും ഡീപ്പ് കമ്പാരിസൺ. ഷാലോ കമ്പാരിസൺ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളിപ്പം അതിപ്പോൾ എസും ടിയും പറഞ്ഞല്ലോ, ഇത് രണ്ടും റെഫർ ചെയ്തിരിക്കുന്നത് സെയിം ഒബ്ജക്റ്റിനെ ആണെങ്കിൽ, എസും ടിയും പോയിന്റ് ചെയ്തിരിക്കുന്നത് സെയിം കാര്യത്തിനെ തന്നെയാണെങ്കിൽ നമുക്കതിന് ഷാലോ കമ്പാരിസൺ അവിടെ എക്സിസ്റ്റ് ആവുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അതായത് പോയിന്റ് ചെയ്തിരിക്കുന്ന മാത്രം, അതായത് അതിനുള്ളിലുള്ള ചിലപ്പോൾ എസിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ഹലോ എന്നായിരിക്കും, മറ്റേതിൻ്റെ വാല്യൂ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ എന്താണ്, രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്ന ഇത് സെയിം കാര്യത്തിനെ ആണെങ്കിൽ അതിന് നമുക്ക് സെയിം ഒബ്ജക്റ്റിന് തന്നെയാണെങ്കിൽ, റെഫർ ടു ദ സെയിം ഒബ്ജക്റ്റിനെ ആണെങ്കിൽ നമുക്കതിന് ഷാലോ കമ്പാരിസൺ എന്ന് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടും റെഫർ ടു ദ സെയിം ഒബ്ജക്റ്റ്, രണ്ടും റെഫർ ചെയ്തിരിക്കുന്നത് സെയിം ഒബ്ജക്റ്റിനെ തന്നെയാണെങ്കിൽ അതിനെ നമുക്ക് ഷാലോ കമ്പാരിസൺ എന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്നത് സെയിം ഒബ്ജക്റ്റ്, റെഫർ ചെയ്തിരിക്കുന്നത് സെയിം ഒബ്ജക്റ്റിനെ തന്നെയാണെങ്കിൽ. ദാറ്റ് മീൻസ് എന്താണ്, സെയിം ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സെയിം കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ എസും ടിയും പറഞ്ഞു രണ്ടും ക്യാരക്ടർ അറേസ് ആണ്. അപ്പോൾ അത് രണ്ടും എന്താണ്, രണ്ടും ക്യാരക്ടർ അറേസിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഇൻഡിജർ അറേ ആണെങ്കിൽ ഇൻഡിജേഴ്സിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്താണ് സെയിം ഒരു ഡാറ്റ ടൈപ്സ് ഒക്കെ ആണെങ്കിൽ അതാണ് ആദ്യത്തെ കേസ്. ഓക്കെ, സെയിം ഡാറ്റ ടൈപ്സ് ആവണം എന്നുള്ള കേസ്. ഓക്കെ, അപ്പോൾ എന്താണ്, സെയിം സബ്ജക്റ്റ് സെയിം ഇതിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കതിന് ഷാലോ കമ്പാരിസൺ ആണ്. ഇപ്പോൾ എസും ടിയും ഇപ്പോൾ എന്താണ്, രണ്ടും ക്യാരക്ടർ അറേയാണ്, അപ്പോൾ അത് ഷാലോ കമ്പാരിസൺ ഈക്വൽ ആയിട്ട് വരും. പക്ഷെ ഡീപ്പ് കമ്പാരിസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഈക്വൽ ഒബ്ജക്ട്സിനെ ആയിരിക്കും, രണ്ടും റെഫർ ചെയ്തിരിക്കുന്നത് ഈക്വൽ ഒബ്ജക്റ്റിനെ ആയിരിക്കണം. ദാറ്റ് മീൻസ് എസും ടിയും ക്യാരക്ടർ അറേസ് തന്നെയാണ്, പക്ഷെ എന്താണ്, എസിനുള്ളിലിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഹെലോ ആണ്, മറ്റേതിൻ്റെ ഉള്ളിൽ എന്താണ്, വേറെ എന്തോ ഒരു സംഭവമാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഡീപ്പ് കമ്പാരിസൺ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഷാലോ കമ്പാരിസൺ ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രം. മറ്റേ എന്താണ്, ഡീപ്പ് കമ്പാരിസൺ എന്താണ്, അതിൻ്റെ ഇന്റേണൽ ഉള്ളിലുള്ള കാര്യങ്ങളും സെയിം ആയിരിക്കണം. ഓക്കെ, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ഡാറ്റ സ്ട്രക്ചറിന്റെ കേസിൽ, ലിസ്റ്റും ഗ്രാഫിന്റെ ഒക്കെ കേസിൽ നമുക്ക് വെറും ഷാലോ കമ്പാരിസൺ നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട് ലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എസും ടിയും ചിലപ്പോൾ രണ്ടും ലിസ്റ്റിനെ ആയിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെയാണെന്ന് രണ്ടും ലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരിക്കലും അത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡീപ്പ് കമ്പാരിസണിലേക്ക് പോകണം. കാരണം എന്താണ്, ആ രണ്ട് ലിസ്റ്റിനുള്ള കണ്ടന്റ് ഒക്കെ സെയിം ആണെങ്കിൽ മാത്രമേ ഡീപ്പ് കമ്പാരിസൺ ആണ്, അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇമ്പറേറ്റീവ് ലാംഗ്വേജ് പ്രോഗ്രാമിലൊക്കെ അസൈൻമെന്റ് ഓപ്പറേഷൻ ഡീപ്പോ ഷാലോ ഒക്കെ, ഡീപ്പ് ആവാം അല്ലെങ്കിൽ എന്താണ് ഷാലോ കമ്പാരിസൺ ഒക്കെ ആവാം അസൈൻമെന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീപ്പ് കമ്പാരിസൺ എന്താണ്, ഷാലോ കമ്പാരിസൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 2 മാർക്കിന് ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഇന്റേണൽ അതിൻ്റെ ഒബ്ജക്റ്റും ഈക്വൽ ആയിരിക്കണം, മറ്റേത് എന്താണ്, സെയിം ഒബ്ജക്റ്റിനെ തന്നെയാണെന്നുള്ളൊരു ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതുപോലെ നമ്മൾ റെഫറൻസ് മോഡലും വാല്യൂ മോഡലും പഠിച്ചിട്ടുണ്ട് മുന്നേ. റെഫറൻസ് മോഡലും വാല്യൂ മോഡലും. എന്താണ് വാല്യൂ മോഡൽ? വാല്യൂ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ A = 5 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്തു. അതിനുശേഷം B = A എന്ന് പറയുമ്പോൾ എന്താണ്, എയിലുള്ള വാല്യൂ ബിയിലും അസൈൻ ചെയ്തു. ഇതാണ് ജസ്റ്റ് വാല്യൂ മോഡൽ. റെഫറൻസ് മോഡൽ എന്താണ്, A എന്ന് പറയുന്ന വേരിയബിളും B എന്ന് പറയുന്ന വേരിയബിളും സെയിം 5നെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെഫറൻസ് മോഡലും വാല്യൂ മോഡലും എങ്ങനെയാണ് ഷാലോ അസൈൻമെന്റ് ഡീപ്പ് അസൈൻമെന്റ് വരുന്നത് നോക്കാം. അണ്ടർ റെഫറൻസ് മോഡൽ ഓഫ് വേരിയബിൾ, ഷാലോ അസൈൻമെന്റ് എന്ന് പറയുന്നത് A = B will make a refer to the object to which B refers എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷാലോ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു അസൈൻമെന്റിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അതായത് റെഫറൻസ് മോഡലിലാണെങ്കിൽ ഷാലോ അസൈൻമെന്റ് എന്ന് പറയുന്നത് A = Bയും Aയും Bയും റെഫർ ടു ദ ഒബ്ജക്ട്, എയും ബിയും ഒരേ ഒബ്ജക്റ്റിനെ തന്നെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, A Bയും 5നെ തന്നെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ അത് ഷാലോ അസൈൻമെന്റ് ആണ്. എയും ബിയും 5നെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ അത് ഷാലോ അസൈൻമെന്റ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, എയും ബിയും റെഫർ ചെയ്യുന്നത് 5നെയാണ്, അതുകൊണ്ട് തന്നെ ആ അസൈൻമെന്റ് ഷാലോ അസൈൻമെന്റ് ആണെന്ന് പറയാം. ഇനി ഡീപ്പ് അസൈൻമെന്റ് ആണെങ്കിൽ എന്താണ്, ഡീപ്പ് അസൈൻമെന്റ് will create a copy of the object to which B refers and make a refer to that copy. ആദ്യത്തെ കേസിൽ എന്ന് പറയുന്നത് എയും ബിയും 5നെ റെഫർ ചെയ്യുന്നു. ഓക്കെ, A = B എന്ന് പറയുമ്പോൾ. മറ്റേ ഡീപ്പ് അസൈൻമെന്റ് ആണെങ്കിൽ റെഫറൻസ് മോഡലിൽ നമ്മൾ എയും ബിയും 5നെ പോയിന്റ് ചെയ്യുന്നു എന്ന് ചെയ്താൽ മാത്രം പോരാ,
എയിലും 5ന്റെ കോപ്പി ഉണ്ടായിരിക്കണം, ബിയിലും 5ന്റെ കോപ്പി ഉണ്ടായിരിക്കണം. എയിലാണ് ബിനെ റെഫർ, അതായത് എയും ബി ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എയിൽ എന്താണോ ഉള്ളത് അതേ കാര്യങ്ങൾ തന്നെ ബിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ജസ്റ്റ് പോയിന്റ് ചെയ്യാൻ മാത്രമല്ല, എന്താണ് കണ്ടന്റ് വാല്യൂസ് ഉണ്ടായിരിക്കണം. ഓക്കെ, റെഫർ ടു ദാറ്റ് കോപ്പി. ഓക്കെ, അതാണ് ഡീപ്പ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇനി അണ്ടർ വാല്യൂ മോഡൽ ഓഫ് വേരിയബിൾ ആണെങ്കിൽ എ ഷാലോ അസൈൻമെന്റ് വിൽ കോപ്പി ദ വാല്യൂ ഓഫ് ബി ഇൻ ടു എ. അതായത് ബിയുടെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്ത് കോപ്പി ഉണ്ടായിരിക്കണം. എയിലും ബിയിലും സെയിം കോപ്പി തന്നെ ആയിരിക്കണം. ഓക്കെ, അത് തന്നെയാണല്ലോ നമ്മളെ വാരിയബിൾ മോഡൽ എന്ന് പറയുന്നത്, വാല്യൂ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്കീം എന്ന് പറയുന്ന ലാംഗ്വേജസിൽ 3 ഈക്വാളിറ്റി ടെസ്റ്റിംഗ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈക്വാളിറ്റി ടെസ്റ്റിംഗ് ഫംഗ്ഷൻ EQ, EQV, ഈക്വൽ. ഇതിൽ EQ എന്ന് പറയുന്നത് എയും ബിയും ഈക്വൽ ആണ്. ഇത് മൂന്നും ഏതാണ്ട് ഒരേപോലത്തെ ഫംഗ്ഷനാണ്. എയും ബിയും ഈക്വൽ ആണോ, EQVയും എയും ബിയും ഈക്വൽ ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈക്വലും ഏതാണ്ട് അത് തന്നെയാണ്, പക്ഷെ ഇവ തമ്മിൽ എന്താണ് ഡിഫറൻസ്? EQ എന്ന് പറയുന്നത് എ ആൻഡ് ബി റെഫർ ടു ദ സെയിം ഒബ്ജക്റ്റ്. എയും ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് ഒരു ഷാലോ കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. അതായത് എയും ബിയും സെയിം ഒബ്ജക്റ്റിനെ തന്നെയാണോ റെഫർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എയും ബിയും 5 എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് ട്രൂ ആണ്. ഇനി EQV എ ബി ആണെങ്കിൽ, എ ബി ആണെങ്കിൽ എ ആൻഡ് ബി നോട്ട് ടു ബി സിമാൻറ്റിക്കലി ഈക്വലന്റ്, അതായത് സിമാൻറ്റിക്കലി ഈക്വലന്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, എയും ബിയും ഈക്വൽ ആണ്. കാരണം സിമാൻറ്റിക്കലി എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ, ഇത് രണ്ടും സിമാൻറ്റിക്കലി ഈക്വലന്റ് ആയിരിക്കണം എയും ബിയും. ഓക്കെ, രണ്ടും എന്തായിരിക്കണം, ഒരു ഇൻറ്റിജറും ഒരു ക്യാരക്ടർ, അങ്ങനെ എന്തായാലും ഈക്വാലിറ്റി പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്, രണ്ടും സിമാൻറ്റിക്കലി ഈക്വലന്റ് ആണെങ്കിൽ എന്താണ്, ഇതിന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി ഈക്വൽ എ ബി എന്ന് പറയുന്നത് എന്താണ്, എയും ബിയും എന്തായിരിക്കണം, സെയിം റിക്കേഴ്സീവ് സ്ട്രക്ചർ ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് ഡീപ്പ് കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മൾ ഡീപ്പ് അസൈൻമെന്റ്, ഡീപ്പ് കമ്പാരിസൺ. ഓക്കെ, EQ എന്ന് പറയുന്നത് എയും ബിയും സെയിം റെഫർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിന് ഷാലോ കമ്പാരിസൺ ആയിട്ട് വരും. ഇതും എന്താണ്, എ ബിയും എന്താണ് സിമാൻറ്റിക്കലി ഈക്വലന്റ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ ഇത് നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്ത് വരും. ഈക്വൽ എ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എയും ബിയും എന്തായിരിക്കണം, സെയിം സ്ട്രക്ചർ ആയിരിക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിന്റെ റിസൾട്ട് ട്രൂ ആയിട്ട് വരും. അതാണ് ഡീപ്പ് കമ്പാരിസൺ. അതുപോലെ തന്നെ വേറൊരു അതിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. EQ, ഇതിപ്പോൾ EQ 2 ഇത് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ആണ്. ഇതിന്റെ റിസൾട്ട് എന്താണ്, നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്ത് വരും. ബേസിക്കലി ട്രൂ റിട്ടേൺ ചെയ്തു. കാരണം എന്താണ്, 2 ആണ് ഈക്വൽ ആണ്. കാരണം എന്താണ്, സെയിം സാധനത്തിനാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. EQ/T/T ഇത് രണ്ടും ജനറൽ ആയിട്ട് കൊടുത്തതാണ്. /T ഇൻറ്റിജർ വാല്യൂസ്, എന്ത് വാല്യൂസ് വേണമെങ്കിലും ആവാം. ഇൻറ്റിജേഴ്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ വാല്യൂസ് കൊടുത്തു. ഇതെന്താണ്, ട്രൂ ആയിരിക്കും, നമുക്ക് റിട്ടേൺ ചെയ്ത് വരും. ഇതെന്താണ്, രണ്ടും സെയിം സാധനത്തിനാണ് പോയിന്റ് ചെയ്തതെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്ത് വരും. ഇനി ഈക്വൽ FO ഇത് രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. FO എന്ന് പറയുന്ന ഫംഗ്ഷനും FO എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് രണ്ടും സെയിം ഇതിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, സെയിം ഒബ്ജക്റ്റിനെ തന്നെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈക്വലിന്റെ വാല്യൂ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്ത് വരും. ഇനി ഇവിടെ ഇതൊരു ഈ കേസിൽ, ഈ പറഞ്ഞ ആദ്യത്തെ കേസിൽ നമുക്ക് EQ 2 എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡഡും ആവാം. എന്താണ് ഈ ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡഡ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇതിവിടെ നോക്കുമ്പോൾ 2 സെയിം ആണ്. പക്ഷേ നമ്മൾ പൈത്തണിലൊക്കെ എയും ബിയും 2നെ പോയിന്റ് ചെയ്തിരുന്നെങ്കിൽ എന്താണ്, സെയിം ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 തന്നെയാണെങ്കിൽ 2 എന്ന വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് എക്കും ബിക്കും സെയിം ലൊക്കേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, സിയിലൊക്കെ ആണെങ്കിൽ എക്ക് വേറെ ലൊക്കേഷനാണ്, ബിക്ക് വേറെ ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 ആണ് അതിൽ വാല്യൂ ഉള്ളതെങ്കിൽ കൂടെ രണ്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനാണ്. പൈത്തണൊക്കെ ആണെങ്കിൽ സെയിം മെമ്മറി ലൊക്കേഷനാണ്. ഓക്കെ, ആ കേസിൽ നമുക്കിത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ഇത് രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്ന സെയിം ഒബ്ജക്റ്റിനെ ഒന്നുമല്ല. എന്താണ്, ഈ 2 ഇപ്പോൾ എയിലുള്ള 2 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ, ബിയിലുള്ള 2 വേറൊരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും, എ വേറൊരു മെമ്മറി ലൊക്കേഷനും ബി വേറൊരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ രണ്ടിലെ കണ്ടന്റും എന്താണ്, 2 ആണ്. പക്ഷെ അത് എന്താണ്, രണ്ടും സെയിമിനെയാണ് പോയിന്റ് ചെയ്തത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സെയിമിനെയല്ല പോയിന്റ് ചെയ്തിരിക്കുന്നത്, കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറിയിലാണ് ഉള്ളത്. പക്ഷെ പൈത്തണിലൊക്കെ ആണെങ്കിൽ സെയിം മെമ്മറിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, സെയിം ഒബ്ജക്റ്റിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. 2 എന്ന് പറയുന്ന സെയിം ഒബ്ജക്റ്റിനെയാണ്
എയും ബിയും പോയിന്റ് ചെയ്തിരിക്കുന്നത്. കാരണം 2 എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനെയാണ് എയും ബിയും പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സെയിം ഇതിനെയാണ് എയും ബിയും പോയിന്റ് ചെയ്തിരിക്കുന്നത്. മറ്റേ കേസിൽ എന്താണ്, എയും ബിയിലെ വാല്യൂ സെയിം ആണ്, പക്ഷെ എ പോയിന്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ലൊക്കേഷനാണ്, ബി പോയിന്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ഒബ്ജക്റ്റ് ആണ്. 2 എന്ന് പറയുന്ന എന്തുകളിൽ രണ്ട് ഡിഫറെന്റ് ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, വാല്യൂ ഈക്വൽ ആണെങ്കിൽ കൂടെ രണ്ട് എന്തുകളിൽ ഡിഫറെന്റ് ഒബ്ജക്റ്റുകളാണ്. അപ്പൊ ചില കേസിൽ EQ 2 എന്ന് പറയുമ്പോൾ എറർ വരാം, അത് മെഷീൻ ഡിപ്പെൻഡഡ് ആണ്. അതേ കേസ് തന്നെയാണ് FOO പറയുന്നത്, അതും മെഷീൻ ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, സെയിം പോയിന്റ് ചെയ്തിരിക്കുന്നത് സെയിം ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്തു വരും. ഓക്കെ, ഇനി ഇതിൽ EQAB EQAB ഇത് രണ്ട് ലിസ്റ്റ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇതിൽ നമുക്ക് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്ത് വരിക. കാരണം ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് കോൺസ് വെച്ചിട്ടാണ്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ലിസ്റ്റുകളാണ്. ഓക്കെ, AB എന്ന് പറയുന്ന ഒരു വേറൊരു ലിസ്റ്റാണ്, ഇത് AB എന്ന് പറയുന്നത് വേറൊരു ലിസ്റ്റാണ്. ഉള്ളിലുള്ള കണ്ടന്റ് A എന്ന് പറയുന്നത് AB ആയിരിക്കാം. A എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്ത് ഇവിടെ B എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തു. പക്ഷേ എയുടെ വാല്യൂ തന്നെ ആയിരിക്കണം എന്നില്ല എയുടെ വാല്യൂ, അതുപോലെ ബിയുടെ വാല്യൂ തന്നെ ആയിരിക്കണം എന്നില്ല ബിയുടെ വാല്യൂ. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ഏതോ ഒരു കോൺസ് വെച്ചിട്ടാണ്, ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു കോൺസ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്നത് സെയിം സംഭവത്തെയാണ്, സെയിം ഒബ്ജക്ട് സെയിമിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇത് രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താണ് ഫോൾസ് ആയിട്ടാണ് റിട്ടേൺ ചെയ്ത് വരിക. ഓക്കെ, ഇനി ഇവിടെ ലെറ്റ് PAB ഇതൊന്നുമില്ല. നമ്മളിത് നമ്മൾ ലിസ്റ്റിന്റെ കേസിൽ ലെറ്റ് എന്ന് പറയുമ്പോൾ അസൈൻമെന്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയോ മുന്നേ. ഓക്കെ, ലിസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, AB എന്ന് പറയുന്നത് Pയിലേക്ക് അസൈൻ ചെയ്തു. AB എന്ന് പറയുന്ന ലിസ്റ്റ് Pയിലേക്ക് അസൈൻ ചെയ്തു. ഇനി P ഇത് രണ്ടും എന്താണ്, ഇപ്പൊ P രണ്ടും എന്താണ്, രണ്ട് സെയിം P ആണ്. എന്താണ്, രണ്ടും പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്തിനെ തന്നെയാണ്, AB-നെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. AB എന്ന് പറയുന്ന ലിസ്റ്റിലാണ്. സോ എന്താണ്, ഇതിന്റെ റിസൾട്ട് ട്രൂ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്തു. ഓക്കെ, പക്ഷെ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് കോൺസ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്ത് വരും, ഇത് ട്രൂ റിട്ടേൺ ചെയ്ത് വരും.